സന്നിധാനം തന്നെ ഒരുപാട് വട്ടം പോകേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമ്മൾ സന്നിധാനം കഴിഞ്ഞ് ഈ ആദിവാസി ഉന്നതികളുണ്ട്, കിലോമീറ്ററുകളും പിന്നെ ദൂരത്താണ് അതുള്ളത്. അപ്പോൾ അവിടെ പോകുന്നതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആനക്കൂട്ടത്തിന്റെ മുന്നിൽ 2 പ്രാവശ്യം പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ വനപാലകരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ വലിയൊരു പേടി സ്വപ്നമാണ് ഓർക്കുമ്പോൾ. കാരണം നമ്മൾ മുന്നിലാണിത്. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഇത്രയും ദൂരം റിസ്ക് എടുത്ത് അവിടെ എത്തിയ സമയത്ത് ചില ഉന്നതികളിലൊന്നും ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര സങ്കടമാണ്. വീണ്ടും വീണ്ടും അവിടെ പോകേണ്ടി വന്നിട്ടുണ്ട്. അട്ടത്തോട് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ അധ്യാപകനാണ്. പേര് സുബീഷ് KM. സെൻസസ് ഡ്യൂട്ടി കിട്ടിയത് പെരിനാട് പഞ്ചായത്തിലെ 9ാം വാർഡ്. പെരിയാർ കടുവാ സങ്കേതത്തിന്റെ ഭാഗമായ പ്രദേശം. ശബരിമല ക്ഷേത്രവും ഇതേ വാർഡിൽ തന്നെ. വനപാതകളിലൂടെയുള്ള യാത്ര. കൂട്ടിന് ഏകാധ്യാപക വിദ്യാലയത്തിൽ നിന്ന് വിരമിച്ച അധ്യാപകൻ ബിനു K. സാമും. സുരക്ഷയൊരുക്കി വനപാലകരും. പാമ്പ്, ആന, പുലി, കടുവ എന്ന് പറഞ്ഞിട്ടേ വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന ഈ സ്ഥലത്തൂടെ പോകാന്ന് പറഞ്ഞാൽ വലിയൊരു പേടിയായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ശബരിമല സന്നിധാനം ശ്രീകോവിൽ വരെ നമ്പർ ഇടുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. പിന്നെ എൻ്റെ സഹായത്തിനായി ബിനു K. സാം എന്ന് പറഞ്ഞ സാറും വന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട്. കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയാണ്. 3 വർഷമായി അട്ടത്തോട് സ്കൂളിലെ അധ്യാപകൻ. ഉൾവനത്തിലെ കുടിലുകൾ മുതൽ സന്നിധാനം വരെ സെൻസസ് നടത്താനായതിന്റെ സന്തോഷത്തിലാണ് സുബീഷ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. നിതിൻ തോമസ് നമുക്കൊപ്പം ചേരുകയാണ്. നിതിൻ, ഈ സെൻസസ് ഡ്യൂട്ടിക്കിടെ ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയ ഒരു അധ്യാപകനാണ് സുബീഷ് അല്ലേ? ഈ സെൻസസ് ഡ്യൂട്ടി എന്ന് പറയുമ്പം അത് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന അധ്യാപകരുമുണ്ട്, അതുപോലെ തന്നെ കുറച്ച് സങ്കടത്തോടു കൂടി ചെയ്യുന്ന അധ്യാപകരുണ്ട്. കാരണം എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിലെ ഒരു വാർഡായിരിക്കും നമുക്ക് അതായത് ഈ അധ്യാപകർക്ക് സെൻസസ് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ സെൻസസ് ഡ്യൂട്ടിയുടെ ഒരു കാലമാണ്. പല അധ്യാപകരും അതിൻ്റെ തിരക്കുകളിലൊക്കെ പെട്ട് നടക്കുന്നവരുമുണ്ട്. പല ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ പല പരിമിതമായ സാഹചര്യങ്ങളും ഒക്കെ നേരിട്ടാണ് ഈ അധ്യാപകർ ഈ സെൻസസ് ഡ്യൂട്ടിയും കാര്യങ്ങളും പൂർത്തീകരിക്കുന്നത്. അപ്പോൾ അത് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ആളുകളുമുണ്ട്, അതുപോലെ തന്നെ കുറച്ച് സങ്കടത്തോടു കൂടി ചെയ്യുന്ന ആളുകളുമുണ്ട്. പക്ഷേ ഈ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു വാർഡ് കിട്ടും. ആ ഒരു വാർഡിലെ മൊത്തം വീടാന്തരം കയറി ഇറങ്ങി അവിടുത്തെ ആളുകളുടെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് മൊത്തം ആ ഒരു ജോലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടുള്ള പണി തന്നെയാണ്. പക്ഷേ ഈ പത്തനംതിട്ട ജില്ലയിൽ പെരിനാട് പഞ്ചായത്തിലെ 9ാം വാർഡ്, ആ വാർഡ് കിട്ടുന്ന ആൾക്ക് വീടാന്തരം അല്ല കയറി ഇറങ്ങേണ്ടത്, പക്ഷേ അതിനപ്പുറം കാടാന്തരമാണ് കയറി ഇറങ്ങേണ്ടത്. 9ാം വാർഡ് എന്ന് പറയുന്നത്, അതായത് പെരിനാട് പഞ്ചായത്തിലെ 9ാം വാർഡ് എന്ന് പറയുന്നത് ശബരിമല കാടുകൾ ഉൾപ്പെട്ട, സന്നിധാനം ഉൾപ്പെട്ട, അതുപോലെ തന്നെ പെരിയാർ കടുവാ സങ്കേതത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ഭാഗമാണ് ഈ പെരിനാട് പഞ്ചായത്തിലെ 9ാം വാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് പല വീടുകളും ദൂരത്താണ്, അതുപോലെ തന്നെ കാടുകൾക്കുള്ളിലെ ഉന്നതികളാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഈ അധ്യാപകർ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും വണ്ടികൾ കയറി ചെല്ലില്ല, അവിടെയൊക്കെ നടന്നു വേണം കയറി ചെല്ലാൻ. ഈ സ്ഥലങ്ങളിലൊക്കെ ഈ അധ്യാപകർ എത്തിച്ചെല്ലുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള പരിപാടിയാണ്. അപ്പോഴാണ് ഈ അട്ടത്തോട് ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ അധ്യാപകനായ സുബീഷിന് 9ാം വാർഡ് സെൻസസ് ഡ്യൂട്ടിക്ക് വേണ്ടി കിട്ടുന്നത്. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അത് സ്വീകരിച്ചു. ഓരോ ഉന്നതിയിലും കയറി ഇറങ്ങി അവിടുത്തെ സെൻസസും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം രേഖപ്പെടുത്തി. ഒപ്പം തന്നെ സന്നിധാനത്ത് സെൻസസ് ഇടാമെന്നുള്ളതാണ്. അതായത് നമ്മുടെ ശബരിമലയിൽ ചെന്ന് സന്നിധാനത്ത് പോയി സെൻസസ് ഇടുക. അപ്പോൾ ഒരു നമ്മളെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു സാധാരണ ആളെ സംബന്ധിച്ചിട്ട് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ശബരിമലയിൽ പോവുക, അല്ലെങ്കിൽ സന്നിധാനത്ത് എത്തുക, അയ്യപ്പൻ്റെ മുന്നിൽ നിൽക്കുക എന്നൊക്കെ പറയുന്ന അവരെ സംബന്ധിച്ചിട്ടൊരു പ്രത്യേകതയുള്ള കാര്യമായിരിക്കും. അപ്പോഴായിരിക്കും അവിടെ ചെന്ന് അയ്യപ്പൻ്റെ മുന്നിൽ സന്നിധാനത്ത് നമുക്ക് സെൻസസ് ഇടാനൊരു അവസരം കിട്ടുന്നത്. ആ അവസരവും അദ്ദേഹം അങ്ങനെ വ്യത്യസ്തമായൊരു അനുഭവം സുബീഷിന് ലഭിച്ചു എന്നതാണ്. എന്തായാലും സുബീഷ് ചെയ്ത ഈ സെൻസസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ ഒരു ജോലി തന്നെയായിരുന്നു സുബീഷിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഓരോ അനുഭവങ്ങൾ ഉണ്ടായതൊക്കെ പറയുമ്പോൾ സുബീഷ് ഒരു പുഞ്ചിരിയോടെ തന്നെയാണത് നമ്മളുമായി പങ്കുവയ്ക്കുന്നത് എന്നുള്ളതാണ്.